ഹലോ സുഹൃത്തുക്കളെ, മലേഷ്യൻ ട്രാവൽ സീരീസിൻ്റെ 6th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെന്നി ഹൈലാൻഡ് കണ്ടതിന് ശേഷം ഡ്രൈവർ നമ്മളെ നേരെ റൂമിലേക്ക് കൊണ്ടാക്കി. ഒരു 1.5-2 മണിക്കൂർ എടുത്ത് വരുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വൈകിട്ട് നമ്മൾ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് ജാലൻ അലോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. നമ്മുടെ ബുക്കിറ്റ് ബിൻതാങ്ങിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയിട്ട് ഇടത്തോട്ട് പോകുമ്പോൾ അവിടെ തന്നെയുള്ളൊരു മെയിൻ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇത് മലേഷ്യയുടെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ഈ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഒരുവിധം നമ്മുടെ തായ്ലാൻഡ് പോലെ തന്നെ അത്യാവശ്യം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ കഫേ മോഡൽ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തട്ടുകട പോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ ഐറ്റംസും കുറേ ഉണ്ട്. ഈ ഇരിക്കുന്നത് ദുരിയാനാണ്. ഇത് മലേഷ്യയുടെ നാഷണൽ ഫ്രൂട്ടാണ്. ഏതാണ്ട് ഒരു 200 വെറൈറ്റീസിന് മേലെയുള്ള ദുരിയാൻ മലേഷ്യയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഇവിടെ ഏതാണ്ട് 50 റിംഗിറ്റ് 60 റിംഗിറ്റ് ആ ഒരു റേഞ്ചിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊരു ദുരിയാനായിട്ടും വാങ്ങാം, പക്ഷേ അല്ലെങ്കിൽ ഒരു പീസ് വേണമെങ്കിലും വാങ്ങി കഴിക്കാം. ഏതാണ്ട് നമ്മുടെ ചക്കയുടെ പോലെ തന്നെ ടേസ്റ്റാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വാങ്ങി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ക്യാബ്, ഹോട്ടൽ അങ്ങനത്തെ ഇതിനകത്തൊന്നും ഇത് അലൗഡ് അല്ല. നമ്മൾ ഇതുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്യാബിൽ നിന്നൊക്കെയാണ് അവർ നമ്മളെ ഇറക്കി വിടും. ഹോട്ടലിലാണെങ്കിൽ ഒരു പ്രത്യേകം പറയും, ഫൈൻ അടിക്കുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇതിനൊരു മണമാണ്, ഭയങ്കര ഒരു പുളിച്ച പോലത്തൊരു മണമാണ് ഇതിന്. ഇതും അതേ മംഗോസ്റ്റിനും അത്. ഇത് രണ്ടും മിക്ക ഹോട്ടൽസിലും ക്യാബിലും അലൗഡ് അല്ല. നമ്മുടെ ടീമിലുണ്ടായിരുന്ന ഒരാൾ ഇത് വാങ്ങിയതിന് ശേഷം ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഈ സാധനം ഉണ്ടെന്ന്. അപ്പോഴേ അവർ പറഞ്ഞു ഒന്നെങ്കിലും കഴിച്ച് തീർന്നതിന് ശേഷം അകത്ത് കയറിക്കോളാൻ പറഞ്ഞിട്ട് അവരത് കഴിച്ച് തീർന്നതിന് ശേഷമാണ് അകത്ത് കയറിയത്. അതൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി പുറത്തേക്ക് നടന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രീറ്റിൻ്റെ ആരംഭമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് റോഡാണ്. രണ്ട് സൈഡിലുമായിട്ട് ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മൾ ഗ്രിൽ ഐറ്റംസ് ആണ്, മെയിൻലി പോർക്ക്, ലാമ്പ്, ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇവരുടെ ഹണി പോർക്ക് ഒരു അടിപൊളി ഐറ്റമാണ്. ഞാൻ മലേഷ്യ വന്നിട്ട് രണ്ടും എടുത്ത് കഴിച്ചു, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതേക്കൂട്ട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്കിത് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മിക്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് ജ്യൂസാക്കി തരും. ഇത് മലേഷ്യയിലെ വേറെ ഒരു ഫേമസ് ഡിഷാണ്, മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറയും. നമ്മുടെ നാട്ടിലെ തേങ്ങാച്ചോറ് പോലത്തെ ഒരു ചോറും അതിൻ്റെ കൂടെ ഒരു നമ്മുടെ നല്ല പഴുത്ത മാങ്ങയും പിന്നെ തേങ്ങാപ്പാലും, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. നല്ല സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കരിക്ക് വിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അതിനകത്ത് തേങ്ങയുണ്ട് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. അതിനകത്ത് ഒരു 7 റിംഗറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ നമുക്ക് ഈ സീ ഫുഡ് ഐറ്റംസിൻ്റെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നത് കാണാം. ഇത് ഒക്ടോപ്പസ്, നീരാളി, പിന്നെ സ്ക്വിഡ് അങ്ങനത്തെ ഐറ്റംസാണ്. ഇവർ നമ്മുടെ മുമ്പിൽ തന്നെ വെച്ച് ലൈവായിട്ട് മസാല ചെയ്തിട്ട് പിന്നെ ഗ്രില്ല് ചെയ്ത് തരും. ഇത് നമ്മൾ നേരത്തെ ഷോപ്പിൽ കണ്ടേക്കൂട്ട് പോർക്കിൻ്റെ ഐറ്റംസാണ്, പോർക്കിൻ്റെ സ്കിന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് നമ്മുടെ മലേഷ്യയിലെ ഫേമസ് ചീസ് കേക്കാണ്. 15 റിംഗറ്റാണ് ഇവർ ഇതൊരു പീസിന് ചാർജ് ചെയ്യുന്നത്. ഈ കാണുന്ന പാൻ ഫ്രൈഡ് ബൺസ് ആണ്. ഇവരിതിൻ്റെ നടുക്ക് ഫില്ലിങ്സ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിൽ വെച്ച് ഇവരിത് ഫ്രൈ ചെയ്തെടുക്കും. ഒരു പീസിന് 5 റിംഗറ്റാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇവിടെ പിന്നെ ഒരു ഗ്രില്ലിംഗ് സ്റ്റേഷനാണ്. ഇവിടെ പിന്നെ കുറച്ചും കൂടെ ഐറ്റംസ് ആഡ് ആയിട്ടുണ്ട്. മീറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ലാമ്പ്, പോർക്ക് അങ്ങനെ ഐറ്റംസ് എല്ലാം ഇവിടെ കാണാം. ഒരു ഈവനിങ് ഒരു വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം മാത്രമാണ് ഈ ഒരു ഷോപ്പെല്ലാം ആക്റ്റീവ് ആയിരിക്കുന്നത്. ഡേ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സൈഡിലുള്ള മെയിൻ ഷോപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഇത്രയും ആളുകളൊന്നുമില്ല. ഞങ്ങൾ ബുക്കിറ്റ് ബിൻതാങ് ഡേ ടൈം വിസിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഈ സ്ട്രീറ്റ് മൊത്തം കാലിയാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരെല്ലാം ഇവിടെ എത്തി ഒരു ബിയറൊക്കെ കഴിച്ച് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് അങ്ങനെ അവിടെ ഇരിക്കും. പിന്നെ മെല്ലെ പോവുള്ളൂ. അവരിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്കവിടെ കാണാം. ഇതുപോലെ ഇവിടെ അടുത്തുള്ള നമ്മളെ മെയിൻ ഷോപ്പുകളിലൊക്കെ മിക്ക ഷോപ്പുകളിലും ബിയറൊക്കെ അവൈലബിൾ ആണ്. ചില ഷോപ്പുകളിൽ ലിക്കർ അവൈലബിൾ ആണ്, ബട്ട് ഒരു ലിമിറ്റഡ് ടൈം വരെ, ഒരു 9 മണി 10 മണി വരെ എന്നാണ്ടേ ഉള്ളൂ. അതിനുശേഷം അവരത് ക്ലോസ് ചെയ്യും. അവിടെ ഉണ്ടാവും, പക്ഷെ അവരത് സെയിൽ ചെയ്യില്ല. നമുക്ക് ഇവിടെ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ നടന്ന് തന്നെ പിന്നെ ഇപ്പുറ സൈഡിൽ ഇരുന്ന് കഴിക്കാനുള്ള ഷോപ്പുകൾ അവൈലബിൾ ആണ്. ഇത് ഈ കാടമുട്ട വെച്ച് ഫ്രൈ ചെയ്ത ഒരു ഐറ്റമാണ്. കാടമുട്ട ഇങ്ങനെ നിരത്തി വെച്ച് അതിൻ്റെ മേലെ ഒരു ഇതൊഴിച്ചിട്ട് അവർ സ്റ്റിക്കിലാക്കി തരും. നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുന്നത്. ഏതാണ്ട് 10 റിംഗറ്റ് ആ ഒരു റേഞ്ചിലാണ് അവരതിന് ചാർജ് ചെയ്യുന്നത്. ഇത് ക്രേ ഫിഷാണ്. നല്ല രസമുണ്ട് അവരിങ്ങനെ അത് അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതും അവർ സിംഗിൾ ഐറ്റംസ് ആയിട്ട് വിൽക്കൂല. അവരത് ഒരു ബോക്സിനാണ്, ഒരു പെർ ബോക്സാണ് അവരതിന് ചാർജ് ചെയ്യുന്നത്. ഇതവർ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് റെഡിയാക്കി കുക്കാക്കി തരും. പിന്നെ ഇവിടുത്തെ ചിക്കൻ വിങ്സ് ആണ്. ഇച്ചിരി വലിയ വിങ്സ് ആണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും വലിയ വിങ്സ്. കമ്പാരിറ്റീവ്ലി വലിയ വിങ്സ് ആണ്. ഇത് അവർ ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. പിന്നെ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ നമുക്കിവിടെ മെയിൻലി കാണുന്ന ഒരു സീ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത്. വലിയ ക്രാബ് കാണാം, ലോബ്സ്റ്റർ ഉണ്ട്, പ്രോൺസ് ഉണ്ട്, പിന്നെ കക്കയിറച്ചി കാണാം. പിന്നെ അതുപോലെ തന്നെ
ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഗ്രില്ല് ചെയ്യാനുള്ള വെജിറ്റബിൾസ് ആണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് മഷ്റൂംസ് ഉണ്ട്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ്. ഈ ഷോപ്പിലാണ് നമ്മൾ ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഒരുമിച്ച് കാണുന്നത്. ഇവരിത് നമ്മൾ പറയുന്നതനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരിത് അവിടെ ഗ്രില്ലിൽ വെച്ച് റെഡിയാക്കി തരും. പെർ സ്റ്റിക്കിനാണ് ഇവരിത് ചാർജ് ചെയ്യുന്നത്. സ്ക്വിഡ് അപ്പുറത്തൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും ക്രാബ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ള ഈ ഒരു ഷോപ്പിലാണ് ആദ്യം കാണുന്നത്. ഇതവിടെ മോമോസ് പോലത്തെ എന്തോ ഒരു ഐറ്റമാണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു പീസിന് 2 റിങ്കറ്റാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇവർ ഓയിസ്റ്റേഴ്സ് സെയിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്, അത് കുക്ക് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. 2 രീതിയിലും വാങ്ങാം. 10 റിങ്കറ്റ്സ് തന്നെയാണ് ഇവരിത് ചാർജ് ചെയ്യുന്നത്. ഇത് മെയിൻലി ക്രാബിന് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പാണ്. ഞണ്ട് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇവരിത് കട്ട് ചെയ്ത് പീസാക്കി ആ ഒരു ഇതിനകത്ത് വെച്ച് കുക്ക് ചെയ്ത് നമുക്ക് തരും. എത്രയാണ് നമ്മൾ റേറ്റ് ചോദിച്ചില്ല, നമ്മൾ എന്തായാലും അതൊന്നും കഴിച്ചില്ല. ഇപ്പുറത്ത് നമുക്ക് നമ്മുടെ കക്ക ഇറച്ചി അത് പച്ചയ്ക്ക് കിടക്കുന്ന കാണാം. ഇതെന്തൊക്കെയോ പാക്ഡ് ഐറ്റംസ് ആണ്, ഒന്നും അങ്ങനെ കൃത്യമായിട്ട് തിരിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ദുരിയാൻ്റെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. നമ്മളതൊന്നും വാങ്ങിയില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഷോപ്പിൽ നോക്കുമ്പോൾ നമുക്കവിടെ ഫിഷ് ടാങ്കിൽ ലൈവ് ഐറ്റംസ് കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവരിവിടുന്ന് ലൈവ് ഐറ്റംസ് വെയിറ്റ് നോക്കി നമുക്ക് പിടിച്ചു തന്നിട്ട് അത് കുക്ക് ചെയ്ത് നമുക്ക് തരും. അങ്ങനെയായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ക്രാബ് കിടപ്പുണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷസ് കിടപ്പുണ്ട്. ഏതൊക്കെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലും ഡിഫറെൻറ്റ് സൈസസിലുള്ള ധാരാളം ക്രാബ് കിടപ്പുണ്ട്. പിന്നെ ക്രാബ് ഇവിടെ വൺ ഓഫ് ദ മെയിൻ ഫുഡ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നത്. ഇപ്പുറത്തേക്ക് നമുക്ക് പോയി കഴിയുമ്പം ധാരാളം ഫിഷ് ഐറ്റംസ് ഇവിടെ കിടപ്പുണ്ട്. ഹമൂറൊക്കെ പോലത്തെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഓയിസ്റ്റേഴ്സ് കിടപ്പുണ്ട് ധാരാളം, നമ്മൾ അപ്പുറത്ത് കണ്ടേക്കൂട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഈ ഒരു ഒക്ടോപ്പസ് ആണ് ഇവിടെ മെയിനായിട്ട് എല്ലാ ഷോപ്പിലും കാണുന്ന ഐറ്റം. എല്ലായിടത്തും ഈ ഒക്ടോപ്പസ് ഉണ്ടോ, അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് അല്ലെങ്കിൽ വലുതായിട്ട് ഒക്ടോപ്പസും സ്ക്വിഡും നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ്. ഈ കാണുന്ന ഡംപ്ലിങ്സ് ആണ്. ഇതൊരു നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് മീറ്റ് അത് ഫിൽഡ് ആയിട്ടുള്ളൊരു അവർ കുക്ക് ചെയ്തെടുക്കുന്നത്. അതൊരു നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞങ്ങളത് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇപ്പർ സൈഡിൽ വന്നു. അവിടെ ഇരിക്കാൻ സീറ്റൊക്കെ ഉള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ചും കൂടെ ഗ്രിൽഡ് ഐറ്റംസ് മേടിച്ച് ട്രൈ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി. പോകുമ്പോൾ തന്നെ ഒരു 12:30 ആയി. അപ്പോൾ മലേഷ്യയുടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.